പഹൽഗാമിൽ ക്രൂരമായി കൊല്ലപ്പെട്ട രക്തസാക്ഷികളോടും അവരുടെ കുടുംബത്തോടും ഇന്ത്യൻ സൈന്യം നീതി പുലർത്തിയിരിക്കുന്നു. ധീരരായ ഇന്ത്യൻ ജവാന്മാർക്ക്, ഇന്ത്യൻ സൈന്യത്തിന് ഞാനെല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഒരു ബിഗ് സല്യൂട്ട് ഇന്ത്യൻ സൈന്യത്തിന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭീകരർക്കെതിരായിട്ടുള്ള ഏത് നടപടിക്കും രാജ്യം ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് തന്നെ ഭീകരർക്കെതിരായി നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും ഗവൺമെൻറ്റിന് പൂർണ്ണ പിന്തുണ നൽകാൻ ആഗ്രഹിക്കുകയാണ്. മുമ്പെങ്ങും ഉണ്ടാകാത്ത നിലയിൽ ടൂറിസം തകർന്നിട്ടും രാജ്യം പട്ടിണിയിലായിട്ട്, കാശ്മീർ പട്ടിണിയിലായിട്ടും കാശ്മീരിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ഏതാണ്ട് ഒറ്റക്കെട്ടായി തന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒപ്പം നിൽക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അവർക്കും എല്ലാ സമാശ്വാസം നൽകുവാൻ നമുക്ക് കടപ്പാടുണ്ട് ഞാൻ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ തുടക്കം മാത്രമാണെന്ന് എൻ്റെ വിശ്വാസം. പാക് സൈന്യത്തിൻ്റെ തൊട്ട് പിറകിലുള്ള അതിർത്തിയിലെ ഭീകരരുടെ ക്യാമ്പുകൾ തുടച്ചു മാറ്റുവാൻ ആവശ്യമായ നടപടികളുമായി ഇന്ത്യൻ സൈന്യം മുന്നോട്ട് പോകുന്ന എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ എപ്പോൾ, എങ്ങനെ എന്നുള്ളത് അത് അവരുടെ തീരുമാനമാണ്. ഗവൺമെൻറ് സൈന്യത്തിന് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് സൈന്യത്തിൻ്റെ നടപടികളാണ്. സൈന്യം നടപടി ആരംഭിച്ചിരിക്കുന്നു. മറ്റ് നടപടികൾ എന്നതിനെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം സൈന്യത്തിൽ വിട്ടുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഇന്ത്യൻ സേനയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. തുടക്കം നന്നായിരിക്കുന്നു. ഇനിയും കൂടുതൽ ഭീകരർക്കെതിരായ നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.